ഇന്ന് ഹെനഫിലെ കാർണിവലിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് എനിക്കൊരു ചെറിയ ഡ്യൂട്ടി ഉണ്ട്, വാഗൻ എങ്കലായിട്ട് പോകാൻ വേണ്ടിയായിരുന്നു. ഇന്ന് നമുക്ക് പള്ളിപ്പെരുന്നാളിനൊക്കെ പരേഡ് പോകുന്ന പോലെ ഒരു പരിപാടിയാണ്. കാർണിവൽ സുഗ് എന്നാണ് ഇതിനിവിടെ പറയുന്നത്. ഹെനഫിൽ മെയിനായിട്ട് 5 കാർണിവൽ ഗ്രൂപ്പാണുള്ളത്. അതല്ലാണ്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാർണിവൽ ഗ്രൂപ്പും ഉണ്ട്. ഈ കാർണിവൽ സുഗ് എന്ന് പറയുന്നത് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്ന് ഒരു പരേഡ് പോലെ പോകും. ആ പോകുന്ന വഴിയിൽ നിൽക്കുന്ന ജനങ്ങൾക്കെല്ലാം ഇവർ ഒരുപാട് ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, നല്ല നല്ല കലണ്ടേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വലിച്ചെറിഞ്ഞു കൊടുക്കും. സോ നെക്സ്റ്റ് ടൈം എവിടെയെങ്കിലും കാർണിവൽ സുഗ് നടക്കുന്നുണ്ട് എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞി കവറൊക്കെ ആയിട്ട് ഒരുപാട് ചോക്ലേറ്റ്സും നല്ല നല്ല സാധനങ്ങളും ഒക്കെ കിട്ടും. എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് സെക്യൂരിറ്റി ആയിട്ട് പോകുക എന്നുള്ളതായിരുന്നു. ഒരുപാട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ എറിയുന്ന സമയത്ത് ഇവരൊക്കെ ഓടി വരികയും അതുപോലെ തന്നെ വീലിൻ്റെ അടിയിലേക്ക് ചിലപ്പെങ്കിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിള്ളേരൊക്കെ വരുമ്പം അവർ വണ്ടിയിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പാലിച്ച് നിൽക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 6 മണിയോടെയാണ് പരേഡ് തീർന്നത്. അവിടെ തീരുന്നിടത്ത് നല്ലൊരു അടിപൊളി പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അവരെനിക്ക് പൈസ കൊണ്ട് തന്നു. 50 യൂറോ ആയിരുന്നു പറഞ്ഞത്. ഞങ്ങളൊരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് വാഗൻ എങ്കലായിട്ട് പോകുന്നതിൻ്റെ റേറ്റും കൂടും. അപ്പം ഇനി നെക്സ്റ്റ് ടൈമൊക്കെ കാർണിവൽ സുഗ് നിങ്ങളുടെ അടുത്ത് വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിബിലിറ്റീനെ കുറിച്ച് അന്വേഷിക്കാം. ഞങ്ങൾ തിരിച്ചു വരാൻ നേരത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു റോഡിൽ മൊത്തം. ഒരു സൈഡിൽ നിന്ന് അവർ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു കടയിൽ കയറി. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കറി ബുർസ്റ്റും അതുപോലെ തന്നെ പോമസും. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. സോ ദാറ്റ്സ് ഓൾ. ബൈ ബൈ.